എടുക്കുക. നമ്മുടെ ഉപവാസ സമയം ഭക്ഷണം ഒഴിവാക്കിയിട്ട് വെറുതെ ഇരിക്കരുത്. ഭക്ഷണം ഒഴിവാക്കിയിട്ട് ടിവിയും കണ്ടുകൊണ്ടിരിക്കരുത്. ഭക്ഷണവും വെള്ളവും ഒഴിവാക്കിയിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങരുത്. ഉപവസിക്കുന്ന സമയം മീൻസ് നമ്മൾ ഭക്ഷണവും വെള്ളം ഒഴിവാക്കുന്ന സമയം നാം പൂർണ്ണമായി ദൈവവചനത്തിലും പ്രാർത്ഥനയിലും മുഴുകിക്കൊണ്ട് ആ സമയത്തെ നാം ശരീരത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ട്, ഒരിക്കലും ദൈവം പറയുന്നില്ല ശരീരത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ട് നമ്മൾ ഉപവാസം എടുക്കണം. അങ്ങനെ ദൈവം പഠിപ്പിക്കുന്നു. സാത്താൻ കീഴടക്കാൻ ശ്രമിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, വചനം കൊണ്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. യേശു കണ്ടോ, വചനം കൊണ്ട് ഫൈറ്റ് ചെയ്തു, സാത്താനോട് വചനം കൊണ്ട് ഫൈറ്റ് ചെയ്തു. ആ നിലയിൽ ഒരു വ്യക്തിയെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേ. നിങ്ങളുടെ ആരോഗ്യം കൊണ്ടോ, നിങ്ങളുടെ കഴിവ് കൊണ്ടോ, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടോ നിങ്ങൾക്ക് കഴിയുന്ന ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത്, ഈ സെക്കൻഡിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത്, ഈ മീറ്റിംഗിന് ശേഷം, ഈ വചനം കേട്ടതിന് ശേഷം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത്. നിങ്ങൾക്ക് ഇന്നൊരു അവസരം ദൈവം തരും. ആ സമയം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേ. നിങ്ങളുടെ കൈ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്തേ. നിങ്ങളുടെ ശക്തി കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേ. നിങ്ങളുടെ ബന്ധങ്ങൾ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേ. നിങ്ങളുടെ കോൺടാക്ട് കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേ. നിങ്ങളുടെ സമ്പത്ത് കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത്, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു നന്മ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യും. കാരണം ബൈബിൾ പറയുന്നു, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. നുകത്തിന്റെ അമിക്കയറുകൾ, നമ്മുടെ എല്ലാ മനസ്സിനെയും ചിന്തകളെയും ഒക്കെ പിടിച്ച് കെട്ടിവെച്ചിരിക്കുന്ന അന്യായ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ.